കൊല്ലം. മൗലവിന്റെ മോടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ കൂടിയതാ. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ ജനവാതിലൊരു ഹോറീനെ കണ്ടു, കൂട്ടിലടച്ച കിളിയെപ്പോലെ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേനൂരിടും വിശലങ്ങ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേനൂരിടും വിശലങ്ങ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. എന്റെ നെഞ്ചില് എന്തോ ഒന്ന് വല്ലാതെ പഠിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നത്? മൗലവിന്റെ മോള്. ഓണനിക്കാഹിനല്ല അന്ന് ഞാൻ ബിരിയാണി വെക്കാൻ പോയത്. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാനോ, നിങ്ങളുടെ ബിരിയാണി നിന്ന് ഒരു നിക്കാൻ കഴിച്ചു പോയി. അനക്കാരോടും മുഹബത്ത് തോന്നിട്ടില്ലേ? എനക്ക് അങ്ങനെ ഒഴുകുന്നില്ല മുഹബത്ത്. കാണാൻ ഓരോ വഴി തേടി കാണും നേരം വിഴിമൂടി, ഓമലേ നിന്നീലയോ നാണമായി വഴുതിയിലയോ. പുന്നാരം ചൊരിയുമളവിലാകി മറിയുമൊരു കടലായി, കിന്നാരം പറയുമഴകിലവളികറിയുണരുമൊരു മഴയായി. കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരു പകരുമൈല. ഉപ്പ ഏതായാലും ആ ഹൂറിനെ മനസ്സിന്ന് വിട്ടിട്ടില്ല. മോനെ പൈസി, എന്താ ഉപ്പ? ആ ഹൂറി ആരാണെന്നറിയോ? വാതിലിൽ ആ വാതിലിൽ കാതോർത്തുനി നിന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേനൂരിടു വിശലങ്ങ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തുനി നിന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേ